തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചേലക്കര വായനശാല പരിസരത്ത് വെച്ച് നടന്നുവരുന്ന പ്രഭാഷണ ശൃംഖല സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട രാജാക്കന്മാർ എന്ത് നടപടിയാണോ സ്വീകരിച്ചത് ആ നടപടി മാത്രമേ ടിപ്പുവും സ്വീകരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഈ കർമ്മ ന്യൂസിൽ വരുമ്പോൾ അതൊരു പ്രത്യേക ജാതി, ഒരു പ്രത്യേക മതത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അത് വരുന്നത്. ടിപ്പു അക്രമകാരിയാണ്. ഞാൻ വേറൊരു കാര്യത്തിലേക്ക്, ഔറംഗസേബ് അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള ദാരയെയും ഷുക്കോവിനെയും മുറാദിനെയും കൊല ചെയ്തിട്ടാണ് അധികാരം പിടിച്ചത്. ഞാൻ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഔറംഗസീബ് ക്രൂരനാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രം, ഇതിഹാസം എന്ന് പറയുന്നത് മഹാഭാരതമാണ്. പാണ്ഡവരും കൗരവരും സഹോദരന്മാരായിരുന്നു. കൗരവന്മാരെ കൊല്ലുന്ന സന്ദർഭത്തിൽ അർജുനൻ കൃഷ്ണൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇവരെ സഹോദരന്മാരല്ലേ? ഭീഷ്മ പിതാമഹൻ, ദ്രോണൻ, ഇവരെയൊക്കെ കൊല്ലണം. അപ്പോൾ ഒരു രാഷ്ട്രനീതി ഉപദേശിക്കുന്നത് ശത്രു ആരായാലും ആരാൻ നോക്കണ്ട, ശരിപ്പെടുത്താൻ നമുക്ക് പോയി. അത് ഇതിഹാസമാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് മഹാനായ അശോകൻ്റെ സഹോദരന്മാരെ വധിച്ചിട്ടാണ് അന്ന് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത്. അപ്പോൾ അത് ഔറംഗസീബിൻ്റെ മാത്രം രീതിയല്ല. അന്നത്തെ രാജാക്കന്മാർ, അതിനു മുമ്പുള്ള രാജാക്കന്മാർ ഒക്കെ ആ രീതിയാണ് പിന്തുടർന്നിട്ടുള്ളത്. സാമ്രാജ്യ സ്ഥാപനത്തിൻ്റെ രീതി അതാണ്. പക്ഷെ അവിടെ നിന്ന് ചില സംഗതികൾ മാത്രം അടർത്തിയെടുത്ത് സമൂഹത്തിൽ നിരന്തരം ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാശയം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി, ഒരു തത്വചിന്ത ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ അസംബന്ധം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അത് സ്ഥിരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ കുറേ ആളുകൾ വിശ്വസിക്കുമെന്ന ഗീബൽസിൻ്റെ സിദ്ധാന്തം പ്രയോഗിച്ചു.